ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും നിപ്പ രോഗം സ്ഥിരീകരിച്ചിട്ട് 4 ദിവസങ്ങളായി. നിപ്പ വൈറസിന്റെ വ്യാപനം തടയാനുള്ള ഏകോപനം ആ രീതിയിൽ ഉണ്ടാകുന്നില്ല. അപ്പൊ ഏകോപനമില്ലായ്മ ഇപ്പോഴും തുടരുന്ന അവസ്ഥയാണ്. ഇത് ഇന്നലെ കോഴിക്കോട് വെച്ച് മാധ്യമപ്രവർത്തകരോടൊപ്പം ഞാൻ സംസാരിച്ചിരുന്നു. അപ്പൊ അക്കാര്യത്തിൽ ആരോഗ്യമന്ത്രി പ്രതികരിച്ചത് ശരിയായ രീതിയിലല്ല. പക്ഷെ ഇക്കാര്യത്തിൽ ഒരു കാര്യം ആദ്യം തന്നെ വ്യക്തമാക്കുക, മുൻപ് നിപ്പ ബാധ ഉണ്ടായപ്പോ അന്നത്തെ പ്രതിപക്ഷം ചെയ്തതുപോലെ നിപ്പയെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ ഞങ്ങളേതായാലും ചെയ്യാറില്ല. എല്ലാ സഹകരണവും ഇതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. ഇവിടെ പ്രധാന പ്രശ്നം വരുന്നത് ഉത്തരവാദപ്പെട്ടവർക്കിടയിൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പമാണ്. അധികൃതരുടെ ഭാഗത്തുണ്ടാകുന്ന ആശയക്കുഴപ്പം ഇത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രതിരോധിക്കാൻ പറ്റാൻ, പക്ഷേ അതിന് നേതൃത്വം കൊടുക്കണ്ട ആരോഗ്യമന്ത്രി, ആരോഗ്യവകുപ്പും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണ സംവിധാനം സാധാരണ നിലക്കുള്ള ഏകോപനമില്ലാതെ പ്രവർത്തിക്കുന്നു. നിങ്ങളെ പൊതുവിൽ തന്നെ അത് കണ്ടിട്ടുണ്ടാവും വിവിധ പ്രസ്താവനകളിൽ. അതാണ് വ്യക്തമാക്കിയത്. നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ, മുമ്പ് നിപ്പ ബാധ ഉണ്ടായപ്പോ ആ ഘട്ടത്തിൽ LDF ഭരണമായിരുന്നു. ആ ഘട്ടത്തിൽ ആരാണോ ആരോഗ്യമന്ത്രി, ആ ആരോഗ്യമന്ത്രി നിപ്പ ബാധ പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ശ്രമിച്ചത്. സാധാരണ നിലയിൽ പ്രവർത്തനങ്ങൾ നടക്കും, പക്ഷേ ഇതുപോലൊരു ഭാഗം ഉണ്ടായാൽ നിപ്പയെ പോലുള്ള മാരകമായ പ്രകടനശേഷിയുള്ള രോഗം വ്യാപിക്കാനുള്ള സാധ്യത കണ്ടാൽ അത് തടയുന്നതിനുള്ള ഏകോപനം വളരെ പ്രധാനമാണ്. അത് ഉത്തരവാദപ്പെട്ട മന്ത്രി കൂടി ക്യാമ്പ് ചെയ്തുകൊണ്ട് നടത്തുന്ന നിലയാണ് മുൻകാലങ്ങളിൽ കേരളം കണ്ടത്. പക്ഷേ അത്തരമൊരു ജാഗ്രത എവിടെയും കാണാനില്ല എന്നതാണ് നിർഭാഗ്യകരമായ അവസ്ഥ. ഇപ്പൊ കണ്ണൂർ അതെന്തോ ജനപ്രതിനിധികൾ അലർന്നു നിൽക്കേണ്ട ഒരു സ്ഥലമാണ് എന്ന മട്ടിലാണ് ഇപ്പൊ സർക്കാർ അതിനെ കൈകാര്യം ചെയ്യും. ജനപ്രതിനിധികൾ കൂടി സഹകരിച്ച് അവരുടെ കൂടി നല്ല കൂട്ടായ്മയുടെ ഭാഗമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനാണ് മുൻകാലങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നത്. നിപ്പയുടെ അതീവ ഗൗരവമായ സാഹചര്യം ഉയർന്നു വന്ന ഘട്ടത്തിലാണ് ഇവിടെ വലിയ തോതിൽ ആക്ഷേപത്തിനിടയാക്കിയ VHSനെ മാറ്റുന്ന നടപടിയുണ്ടായി. ഇതില് വിരോധ പ്രവർത്തനങ്ങൾക്ക് ഫലപ്രദമായി നേതൃത്വം കൊടുക്കേണ്ടത്
ആരോഗ്യവകുപ്പാണ്. അതിന്റെ തലപ്പത്തിരിക്കുന്നയാളെ ഇത്തരമൊരു ഘട്ടത്തിൽ മാറ്റുക എന്നത് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്ന കാര്യം. പക്ഷേ ആരോഗ്യമന്ത്രി പറയുന്നത് സിസ്റ്റത്തോടുള്ള നിസ്സഹകരണം കാരണമാണ് മാറ്റിയത്. വകുപ്പിലെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് സുതാര്യമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംവിധാനം നിലവിലുള്ളതാണ്. അത് തകർക്കാൻ പുതിയ സർക്കാർ ശ്രമിച്ചപ്പോൾ അതിന് കൂടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ പഴയ കാലം, ഒരു ദശാബ്ദം മുൻപുള്ള കാലത്ത് എങ്ങനെയെല്ലാം സ്ഥലമാറ്റങ്ങൾ നടന്നിരുന്നു എന്നുള്ളത് എല്ലാവരുടെയും ഓർമ്മയിലും അറിവിലും ഉള്ളതാണ്. ചില തസ്തികൾക്ക് ലക്ഷങ്ങൾ മറിയുന്ന അവസ്ഥയിലുണ്ടായിരുന്നു എന്നതും അങ്ങാടിപ്പാട്ടായി. ആ കാലത്തേക്ക് തിരിച്ചു പോകാനാണോ ഈ സുതാര്യമായ സംവിധാനങ്ങൾ ഇല്ലാതാക്കുന്നത് എന്നത് പൊതുവെ ഒരു ആശങ്കയായി ഉയർന്നതായി കാണുന്നു. ഇപ്പോഴത്തെ DHSന്റെ കാര്യത്തിൽ നേരത്തെ LDF സർക്കാർ അവരുടെ സർവീസ് ഒരു വർഷം കൂടി നീട്ടി നൽകാൻ തീരുമാനിച്ചു. ആ തീരുമാനം അട്ടിമറിച്ചാണ് ഇപ്പോഴത്തെ സാഹചര്യം വന്നിട്ടുള്ളത്. ഒരു പ്രശ്നം സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്നത് ഇത് മുഖ്യമന്ത്രി കൂടി അറിഞ്ഞിട്ടാണോ എന്നതാണ്. അതൊരു പ്രശ്നം തന്നെയാണ്. ഇവിടെ ഇവർക്ക് പുറമെ പലതരത്തിലുള്ള മാരക അസുഖങ്ങൾ കേരളത്തിൽ വരുന്നു എന്ന അവസ്ഥയിൽ അതിലൊരു കാര്യം ആരോഗ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത് പാലക്കാട്ട് 2 പേർക്ക് കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നു. പക്ഷെ അവിടുത്തെ DMO അങ്ങനെ ഇല്ല എന്നും പറയുന്നത് ആര് പറഞ്ഞതാണ് ശരിയെന്ന് സ്വാഭാവികമായും ആളുകൾക്ക് സംശയം വരും. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്താകെ ഇത്തരം ഘട്ടത്തിൽ ആവശ്യമായ മരുന്നുകൾ ലഭിക്കുന്നതിന് അടിയന്തരമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകേണ്ടത്. ആ കാര്യത്തിലും വേണ്ടത്ര പുരോഗതി ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ഷിഗല്ല രോഗവ്യാപനം വലിയ ആശങ്കയാണ് സംസ്ഥാനത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആരോഗ്യവകുപ്പും തദ്ദേശഭരണ സ്ഥാപനങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കേണ്ട ഘട്ടമാണ്. അതോടൊപ്പം തന്നെ കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാരം ശരിയായ രീതിയിൽ ഉറപ്പുവരുത്താനാകും. ശുചീകരണ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ ഊർജിതമാക്കാൻ കഴിയേണ്ടതായി. വളരെ അപകടകാരിയായ വെസ്റ്റ് നൈൽ രോഗബാധ അതും സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഒരാഴ്ചകളെ 2 മരണങ്ങൾ സംഭവിച്ചു. ഡെങ്കിപ്പനിയും വ്യാപകമാവുകയാണ്. മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പകർച്ചപ്പനി കാരണം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥയും ഇവിടെ കാണേണ്ടത് കൊതുക് വഴി പകരുന്ന രോഗങ്ങൾ വ്യാപകമാകാൻ കഴിയാത്തത് മഴക്കാലപൂർവ്വ ശുചീകരണം വേണ്ട രീതിയിൽ നടക്കാത്തതിന്റെ ഫലമായിട്ടാണ്.
മലിനജലം റോഡിൽ നിറഞ്ഞ് വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥിതിവിശേഷം പ്രധാന നഗരങ്ങളിൽ പോലും പതിവായിരിക്കുക. നഗരഭരണ സംവിധാനങ്ങളെ ഏകോപിപ്പിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് ഫലപ്രദമായ നടപടികൾ ഉണ്ടായില്ല എന്നത് കാണേണ്ടതായിട്ടുണ്ട്. പ്രധാന നഗരങ്ങളിൽ ദൈനംദിനമുള്ള മാലിന്യ നീക്കം ചെയ്യൽ പോലും നടക്കാത്ത ഇടങ്ങളിൽ ഇവിടെ ആവർത്തിച്ച് പറയാനുള്ളത്, മുൻ സർക്കാരിന്റെ കാലത്ത് രോഗബാധയും കോവിഡ് പോലെ ലോകത്തെ ആകെ പറഞ്ഞേൽപ്പിച്ച മഹാമാരിയും കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഭരിക്കുന്നവർക്കെതിരെ ശാപവാക്കുകൾ പറയാൻ മുഴുക്കി കാണിച്ച, അങ്ങനെ കയ്യടി വാങ്ങാൻ ശ്രമിച്ച ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി, അദ്ദേഹത്തോട് പറയാനുള്ളത് അതേ രീതിയിലല്ല ഞങ്ങളിതിനെ കാണുന്നത്. ഉദ്യോഗസ്ഥ മേധാവികളെ കുറ്റപ്പെടുത്തി ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം അദ്ദേഹം നടന്നതായി കാണുന്നു. ഇവിടെ രോഗവ്യാപനവും വൈറസ് വ്യാപനവും ആര് ഭരിക്കുന്നു നോക്കിയല്ല നടത്തുന്നത് എന്നത് തിരിച്ചറിയാനുള്ള വിവേകം ഒരു മാസം തികയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രോഗവ്യാപനം തടയാൻ പ്രതിരോധ ശുചീകരണ പ്രവർത്തനങ്ങൾ വിടവുകളില്ലാത്ത വിധം പൂർത്തിയാക്കാൻ ആശുപത്രികളിൽ ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങളും മരുന്നുകളുടെ ലഭ്യതയും ഉറപ്പുവരുത്താനുമാണ് സർക്കാരിന്റെ അടിയന്തര ഇടപെടലുകൾ. വന്യജീവി ആക്രമണം നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തില്ല. 3 ആഴ്ചക്കുള്ളിൽ 6 പേരുടെ ജീവനാണ് വന്യജീവി ആക്രമണത്തിൽ പോയത്. പക്ഷേ ഇക്കാര്യത്തിലും അങ്ങേയറ്റം ഉദാസീനമായ നിലപാടാണ് സർക്കാരും വനം മന്ത്രിയും സ്വീകരിച്ചു. ഇക്കാര്യങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ പരിഹാസമാണ് ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്ത് നിന്നുള്ള മറുപടി. ഇത് ജനങ്ങളോട് കാണിക്കുന്ന നിസ്സംഗമായ നിലപാടാണ്. അതാണ് തുടക്കത്തിൽ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. സൂര്യനെല്ലിയിലെ മാരി എന്ന ആദിവാസി സ്ത്രീ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതിന്റെ അടുത്ത ദിവസം മന്ത്രി ആലുവ മൂന്നാർ രാജപാത വഴി സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ കാരണമൂടി സന്ദർശിക്കാൻ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന മാരിയുടെ കുട്ടിയെ കാണാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. അപകടത്തിന്റെ തലേ ദിവസം തന്നെ ആ പ്രദേശത്ത് 17ഓളം ആനകൾ ഇറങ്ങുന്ന വിവരം RRT അറിയിച്ചു എന്നാണ് കരുതുന്നത്. ഒരു മുൻകരുതൽ നടപടിയും എടുത്തിരുന്നില്ല. ഇതോടൊപ്പം തന്നെ വയനാടുണ്ടായ ആക്രമണം വലിയ അനാസ്ഥ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായി. നഷ്ടപരിഹാരത്തിന്റെ കാര്യവും ഓർക്കേണ്ടതാണ്. കഴിഞ്ഞ LDF സർക്കാർ മരിച്ചവരുടെ ആശുപത്രിയിൽ 14 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകാനാണ് തീരുമാനിച്ചത്. അന്ന്
ഇന്ന് ഭരിക്കുന്നവര് അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞ കാര്യം ഇപ്പോൾ ഓർക്കുന്നത് നല്ലതാണ്. അത് 21 ലക്ഷം രൂപയാകും. അതായിരുന്നു അവരുടെ വാഗ്ദാനം. ഇപ്പോ ആ വാഗ്ദാനം നടപ്പിലാക്കുന്നുണ്ടോ അതിനെ സംബന്ധിച്ച് ഒന്നും പ്രതികരിക്കുന്നതായി കാണുന്നില്ല. വന്യമൃഗാക്രമണങ്ങൾ തടയാൻ സർക്കാരിന്റെ കയ്യിൽ ഒറ്റമൂലിയൊന്നുമില്ല എന്ന് വനമന്ത്രി പറയുന്നു. മാത്രമല്ല, സർക്കാർ മാറിയത് ആനകൾ അറിഞ്ഞിട്ടില്ല എന്നും കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞതായി കാണും. അപ്പോ സാധാരണക്കാരുടെ ജീവന്റെ പ്രശ്നത്തിൽ ഇതുപോലുള്ള പരിഹാസപൂർവമായ നിലപാടാണോ ഉത്തരവാദപ്പെട്ട മന്ത്രിയും സർക്കാരും സ്വീകരിക്കേണ്ടത്? ഇത്തരത്തിൽ നിരുത്തരവാദപരമായ നിലപാട് ഉണ്ടായാൽ അത് തിരുത്തിക്കാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുമില്ലേ? വയനാട്ടിലെ കാട്ടിക്കുളത്ത് കാട്ടാരി ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ അതൊരു സാധാരണ സംഭവമല്ലേ എന്നായിരുന്നു സ്ഥലം MLA-യുടെ പ്രതികരണം. ഇവിടെയാണ് പഴയ കാര്യം നോക്കേണ്ടത്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ വന്യജീവി ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെ മേൽ കെട്ടിവെച്ച് വലിയ പ്രചരണമാണ് ഇവർ നടത്തിയത്. എന്നാൽ വന്യജീവി സംരക്ഷണ ബിൽ ഭേദഗതി ഉൾപ്പെടെ പരിഹാര മാർഗങ്ങൾക്കായി സംസ്ഥാന സർക്കാർ നടത്തിയ ശ്രമങ്ങളോടല്ല നിസ്സഹകരിക്കുകയാണ് ഇവർ ചെയ്തത്. അവരിപ്പോ പൂർണ്ണമായും ഒരു യൂട്ടേൺ ഇക്കാര്യത്തിൽ സ്വീകരിച്ചു എന്നാണ് കാണാൻ കഴിയും. എല്ലാവർക്കും അറിയാവുന്നതാണ്, 1972 ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് കൊണ്ടുവന്ന കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമമാണ് ഇത്തരമൊരു ദുരവസ്ഥക്ക് ഇടയാക്കിയത്. അതിന് ശാശ്വതമായ പരിഹാരത്തിനാണ് കഴിഞ്ഞ LDF സർക്കാർ പോരാട്ടങ്ങൾ നടത്തിയത്. ആ പോരാട്ടങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ UDF സർക്കാർ തയ്യാറുണ്ടോ എന്നതാണ് പ്രസക്തമായ പ്രശ്നം. ഇവിടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നിർദ്ദേശിച്ച പ്രതിവിധി ആനകൾ നാട്ടിൽ ഇറങ്ങാതിരിക്കാൻ അവർക്ക് കാടുകളിൽ ഭക്ഷണവും വെള്ളവും അറേഞ്ച് ചെയ്യണമെന്നായിരുന്നു. അത്തരം ഊരിക്രമമായ ഉപായം കൊണ്ട് സംസ്ഥാനത്തെ പതിവ് പ്രശ്നമായ വന്യജീവി സംഘർഷ പ്രശ്നം പരിഹരിക്കാനാവും. എന്തു തന്നെ ചെയ്തിട്ടായാലും സത്വരവും ഫലപ്രദമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ തമാശ മാത്രം അവസാനിപ്പിച്ച് ഗൗരവപൂർവമായ സമീപനം സ്വീകരിക്കാൻ തയ്യാറാവും. നഷ്ടപരിഹാര തുക തങ്ങൾ നൽകിയ വാഗ്ദാനം പാലിക്കാൻ തയ്യാറുണ്ടോ എന്നതും നാടിനോട് പറയുന്നതുണ്ടാവും. കർഷകർ നേരിടുന്ന കൃഷിനാശമുണ്ട്. അതിനാവശ്യമായ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു. മറ്റൊരു പ്രശ്നം നമ്മുടെ സംസ്ഥാനത്തെ MG സർവകലാശാലയിലെ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ടതാണ്. ഇതില് UDF സർക്കാർ സ്വീകരിച്ച സമീപനത്തിന്റെ കാര്യത്തിൽ എന്തൊരു നിലപാടാണ് കൈക്കൊണ്ടിരിക്കുന്നത്? MG സർവകലാശാല VC-യായി
സംഘപരിവാർ അധ്യാപക സംഘടനാ നേതാവിനെയാണ്. അത് സാധാരണഗതിയിൽ എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എതിർക്കാൻ തയ്യാറായി. ഇത് മാത്രമല്ല, അവിടുത്തെ സെനറ്റിൽ 19 സംഘപരിവാറുകാരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള ഗവൺമെന്റ് ആണല്ലോ അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയേണ്ടത്, അത്തരം നടപടികളെ എതിർക്കേണ്ടത്. എന്നാൽ സർക്കാർ തയ്യാറായിട്ടില്ല. UDF രാഷ്ട്രീയ നേതൃത്വവും അക്കാര്യത്തിൽ എതിർക്കാൻ തയ്യാറായതായി കാണുന്നില്ല. മാത്രമല്ല, ഗവർണറുമായി ഒരു തരത്തിലുള്ള ഏറ്റുമുട്ടലുകളില്ല എന്നതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. ഗവർണറുടെ നിലപാട് എന്ന് പറയുന്നത് RSSന് വേണ്ടിയുള്ള നിലപാടാണ്. RSSന്റെ നിലപാടിന് മുന്നിലുള്ള പൂർണ്ണമായ കീഴടങ്ങലാണ് ഇവിടെ UDF സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തില് സർക്കാർ പാലിക്കുന്ന മാർഗത്തെ കുറിച്ച് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോ മുഖ്യമന്ത്രി നൽകിയ മറുപടി അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നായി. സർവകലാശാലകളിൽ ഗവർണറുടെ ഇടപെടൽ ആരംഭിച്ചത് 2014 കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ആദ്യം അവര് കേന്ദ്ര സർവകലാശാലകളുടെ ഭരണ സംവിധാനങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാനാണ് ശ്രമം ആരംഭിച്ചത്. പിന്നീടാണ് സംസ്ഥാനത്തെ സർവകലാശാലകളിലേക്ക് തിരിയുന്നത്. അത് 2018 മുതലാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി എത്തിയ 2019 മുതൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള സംഘപരിവാറിന്റെ ശ്രമങ്ങൾ ആരംഭിച്ചു. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് LDF സർക്കാർ അക്കാലത്ത് സ്വീകരിച്ചത്. അത് LDF സർക്കാർ അധികാരം ഒഴിയുന്നവരെ തുറന്നു വന്നു എന്നുള്ളതും എല്ലാവരുടെയും അനുഭവത്തിലുള്ളതാണ്. അതിന്റെ ഭാഗമായാണ് മുൻകാലങ്ങളില്ലാത്ത വിധം സർക്കാർ മാറി മാറി വന്ന ഗവർണർമാർ തമ്മിലുള്ള ആശയഭിന്നത ആരംഭിക്കുന്നത്. ഗവർണറുടെ ഈ സമീപനത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. MG യൂണിവേഴ്സിറ്റിയുടെ താൽക്കാലിക VC-യുടെ നിയമന കാര്യത്തിൽ സെനറ്റിൽ 19 സംഘപരിവാർ അനുകൂലികളെ തിരികെയറ്റിയതിലും ഇതാണ് വ്യക്തമാകുന്നത്. ഇതിനെ എതിർക്കുന്നില്ല എന്ന സമീപനം പോകാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഇതിനെ എതിർക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചതായിട്ടാണ് കാണുന്നത്. LDF സർക്കാർ സർവകലാശാലകളുടെ കാവ്യവൽക്കരണം തടയാൻ നിയമനിർമ്മാണത്തിലൂടെയും അതിനു പുറമെ നീതിപീഠങ്ങൾ വഴി ശക്തമായ ചെറുത്തുനിൽപ്പാണ് നടത്തിയിരുന്നത്. ഇതിന് സമാന്തരമായി ഇടതുപക്ഷ സംഘടനകൾ ശക്തമായ പ്രക്ഷോഭങ്ങളും ചെറുത്തുനിൽപ്പും നടത്തിയത് നാടിന്റെ അനുഭവത്തിലുള്ളതാണ്. ഈ ജാഗ്രത അതാണ് ഈ 18 ശേഷം അധികാരത്തിൽ വന്ന UDF സർക്കാർ കാണിക്കാതിരിക്കുന്നത്. ഇതാണ് വിഷയം. ഇതൊരു ഗൗരവമായ വിഷയമാണ്. വൈസ് ചാൻസലർ നിയമനത്തിൽ ഉൾപ്പെടെ ചാൻസലർ പദവി ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ
സർവകലാശാല നിയമ ഭേദഗതി ബിൽ LDF സഭയിൽ അവതരിപ്പിച്ചു. LDF സർക്കാർ സഭയിൽ അവതരിപ്പിച്ചു. അതിനോട് സ്വീകരിച്ച സമീപനത്തായിരുന്നു അന്ന് ഗവർണറിൽ നിന്നും ചാൻസലർ പദവി എടുത്തു മാറ്റാനുള്ള നിയമനിർമ്മാണങ്ങൾക്കാണ് ശ്രമിച്ചിരുന്നത്. 2022 നവംബറിൽ ഇതിനായി ഓർഡിനൻസ് അംഗീകരിക്കുകയും ഡിസംബറിൽ നിയമസഭ ബില്ല് പാസാക്കുകയും ചെയ്തു. നിർഭാഗ്യകരമായ നിലയാണ് വിലയിരുത്തായത്. ഈ ബില്ലിനെ നിയമസഭയിൽ UDF എതിർക്കുകയാണ് ചെയ്തത്. നിയമസഭ പാസാക്കിയ നിയമത്തിന് അംഗീകാരം നൽകാൻ ഗവർണർ തയ്യാറായി. ഗവർണർ പിടിച്ചുവെച്ചു. അപ്പോ അതിനെതിരായി അന്ന് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ഇത്തരം നടപടികളെല്ലാം പിന്താങ്ങേണ്ടവരായിരുന്നു പ്രതിപക്ഷം. പക്ഷെ പിന്താങ്ങുകയല്ല, എതിർക്കുകയും മോശിക്കുകയുമാണ് പ്രതിപക്ഷം വന്നു ചെയ്യുന്നത്. ഭാവി ഇത്തരത്തിലുള്ള ഭരണഘടനാ ബാഹ്യമായ ഇടപെടലുകളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നിയമനിർമ്മാണത്തിലേക്ക് ഞങ്ങൾ കടന്നത്. ആ ഘട്ടത്തിൽ ബാലിശമായ എതിർപ്പുകൾ ഉയർത്തി UDF ആ ശ്രമത്തെ പിന്നിൽ നിന്ന് പൊട്ടുകയാണ്. അതാണ് ഗവർണർക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ അനുസ്യൂതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഊർജമായി മാറിയത് എന്നത് കാണേണ്ടതായിരുന്നു. ഗവർണർ അന്യായമായി നിയമിച്ച വൈസ് ചാൻസലർമാർ സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കാൻ ശ്രമിച്ചു. അതേകഥയാണ്. അപ്പോ 2 മാസത്തിലൊരിക്കൽ സിൻഡിക്കേറ്റ് ചേരണമെന്ന് നിയമ ഭേദഗതി LDF സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്നു. സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇവയുടെ VC നിയമനവുമായി ബന്ധപ്പെട്ട് LDF സർക്കാർ നിരവധി തവണ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചു. ബഹുഭൂരിപക്ഷ കേസുകളിലും സർക്കാരിന് അനുകൂലമായ വിധിയാണെന്നുണ്ടായത്. താൽക്കാലിക VCമാരെ നിയമിക്കുന്നതിനുള്ള പാനൽ മുഖ്യമന്ത്രിക്ക് നൽകണമെന്നും മുഖ്യമന്ത്രി നിശ്ചയിക്കുന്ന മുൻഗണനാ ക്രമം അനുസരിച്ച് ഗവർണർ നിയമനം നടത്തണമെന്നും സുപ്രീം കോടതിയിൽ തന്നെ വിധിയുണ്ടായി. ഇവിടെ MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പ്രശ്നം വരുമ്പോൾ 2026 മെയ് 31-നാണ് വൈസ് ചാൻസലറുടെ കാലാവധി അവസാനിച്ചത്. UDF സർക്കാർ അധികാരത്തിൽ വന്നു മെയ് 18-നാണ്. താൽക്കാലിക VC നിയമനത്തിനുള്ള പാനൽ നൽകേണ്ടത് UDF സർക്കാർ. ആ ഉത്തരവാദിത്വം അവർ നിർവഹിച്ചില്ല. ഈ ഭാഗം മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ മറച്ചുവെക്കുകയുണ്ടായി. സർവകലാശാല ഭേദഗതി ബില്ലുകൾ സംബന്ധിച്ച ഫയലുകളിൽ ഗവർണറെ പിന്തുണച്ചുകൊണ്ട് വിയോജനക്കുറിപ്പ് എഴുതിയ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അദ്ദേഹത്തെയാണ് തെരഞ്ഞെടുപ്പിച്ച് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്ത് UDF സർക്കാർ നിയമിച്ചിരിക്കുന്നത് എന്നതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. സർക്കാരിനെതിരായ വ്യവഹാരങ്ങളിൽ ഗവർണർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകരെയാണ് അഡ്വക്കേറ്റ് ജനറലായി UDF സർക്കാർ നിയമിച്ചിരിക്കുന്നത്. കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാവ് രൂപീകരിച്ച സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഗവർണർക്ക് വേണ്ടി അന്നത്തെ സർക്കാരിനെതിരെ ബിനാമി യുദ്ധം നടത്തിയതും നാം കണ്ടതാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണറുടെ നിയമവിരുദ്ധമായ ഇടപെടലുകൾ, അതിനെതിരായ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾ
അത് അവസാനിക്കേണ്ടതല്ല, അത് തുടരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെല്ലാം ശക്തമായ നിലപാട് സ്വീകരിക്കാൻ UDF സർക്കാർ തയ്യാറുണ്ടോ എന്നതാണ് പ്രസക്തമായ പ്രശ്നം. നമ്മുടെ കേരളത്തില് RSSന്റെ പ്രമുഖ നേതാവ് മോഹൻ ഭാഗവത് വന്നിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുത്ത RSS പരിപാടി, ആ പരിപാടിയിൽ കേരളത്തിലെ 3 വൈസ് ചാൻസലർമാര് പോവുകയുണ്ടായി, പങ്കെടുക്കുകയുണ്ടായി. ഇത് അത്യന്തം ഗൗരവത്തോടെ മതേതര കേരളം കാണുന്ന ഒരു കാര്യമാണ്. സർവകലാശാലകളിൽ സംഘപരിവാർ അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കാജനകമായ ചർച്ചകളാണ് നടത്തുക. അത്തരമൊരു ഘട്ടത്തിലാണ് കേരള അഭിഭാഷകനെ ദേവസ്വം സ്പെഷ്യൽ ക്യൂറായി നിയമിച്ചത് അങ്ങേയറ്റം സംശയാസ്പദമായ നടപടിയിൽ സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാൻ അണിയറയിൽ നീക്കങ്ങൾ നടത്തുന്നുവെന്ന് സംശയിക്കേണ്ടതായിരുന്നു. ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയത് സ്വർണം പൂശിയ ചെപ്പുപാളികളാണ് എന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെട്ടാണ് പങ്കജ് ഭണ്ഡാരി അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഈ സ്പെഷ്യൽ പീരീഡായി നിയമിച്ച അഡ്വക്കേറ്റ് വാദിച്ച കാര്യം അവിടെ വെറും ചെമ്പുപാടിയാണ് നൽകിയത്. സ്വർണ്ണപൂശിയ ചെമ്പുപാടിയല്ല, വെറും ചെമ്പുപാടിയാണ് നൽകിയത് എന്നായിരുന്നു അദ്ദേഹം കോടതിയിലും പുറത്തും പറഞ്ഞിരുന്നത്. അപ്പോ പ്രതികളുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന അഭിഭാഷകനെ ദേവസ്വത്തിന്റെ തീവ്രമായി നിയമിക്കുക, ഇതില് സാധാരണഗതിയിൽ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളുണ്ട്. ഇത്തരം നിയമനങ്ങൾ സാധാരണ സ്വീകരിക്കുന്ന നടപടിക്രമം അനുസരിച്ചാണോ നടന്നിട്ടുള്ളത്? അതില് വലിയ സംശയങ്ങൾ ഇപ്പൊ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. മന്ത്രിസഭയുടെ തീരുമാനമാണെന്ന് പറയുന്നത് മന്ത്രിസഭയുടെ അജണ്ടയുടെ ഭാഗമായിട്ട് വന്നതാണോ ആയിട്ട് വന്നതാണോ? അതൊരു പ്രശ്നമാണ്. ഇവിടെ സാധാരണഗതിയിൽ അഡ്വക്കേറ്റ് ജനറൽ ശുപാർശ ചെയ്ത് നിയമവകുപ്പ് കണ്ട് നിയമവകുപ്പ് മുഖ്യമന്ത്രിക്ക് കൊടുത്ത് മുഖ്യമന്ത്രി അംഗീകരിച്ച് മന്ത്രിസഭയിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് മന്ത്രിസഭ ചർച്ച ചെയ്യുക. ഈ നടപടിക്രമങ്ങളൊക്കെ ഇവിടെ പാലിച്ചിട്ടുണ്ടോ? ഒരു ഭാഗം ഒരു ധൃതിയിൽ കണ്ടിട്ടുണ്ട്. എന്തിനായിരുന്നു ആ ധൃതി? അനാവശ്യ ധൃതി എന്തായിരുന്നു? അതിനെ റെഡിയാക്കിയത് എന്തായിരുന്നു? ഇപ്പോ രാജിവെച്ചതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന നിലയ്ക്ക് ഇത് കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയിലാണ് ഈ അഭിഭാഷകൻ നിയമിതനായത്. ദേവസ്വത്തിന്റെ തീവ്രമായി വന്നതോടുകൂടി ആ ഇരുന്ന ദിവസം, ആ ഇരുന്ന മണിക്കൂറുകൾ ഏതെല്ലാം കടലാസുകൾ അദ്ദേഹത്തിന്റെ കയ്യിലെത്തിയിട്ടുണ്ട്. അത് കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമാണ്. കേസിന്റെ ദേവസ്വം വകുപ്പിന്റെ കയ്യിലുള്ള നിർണായകമായ വിവരങ്ങൾ മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഗൗരവമായി അന്വേഷിക്കേണ്ട കാര്യമാണ്. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം. ഏതെങ്കിലും കടലാസുകൾ ആ അഡ്വക്കേറ്റിന്റെ കയ്യിലുണ്ടെങ്കിൽ സെർച്ച് ചെയ്തത് കണ്ടെത്തണം. അത്
കണ്ടെത്തുകയും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണം.